ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു പ്രത്യേകിച്ച് വീഡിയോ എടുത്തിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല, ഒരു സംഭവ കഥ. അത് ഇപ്പോൾ നടക്കുന്ന ഒരു ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. അമൃതയുടെ മകൾ ബാല തുടങ്ങിയവരുടെ ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അമൃതയുടെ മകളിട്ട വീഡിയോ, ബാലയിട്ട വീഡിയോ, അമൃതയിട്ട വീഡിയോ, അമൃതയുടെ അനിയത്തി നടത്തിയ പ്രതികരണം, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വ്ളോഗേഴ്സ്, അമൃതയെ അറിയുന്നവര്, ബാലയെ അനുകൂലിക്കുന്നവര്, അമൃതയെ അനുകൂലിക്കുന്നവരൊക്കെ നടത്തുന്ന പ്രതികരണമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമൃതയെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അമൃതയുടെ കുട്ടി പറയുന്ന പല കാര്യങ്ങളും അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം, അത് ശരിയാണെന്ന് തോന്നുന്ന ഒരു സംഭവം. അപ്പോൾ ഈ വിഷയമായിട്ട് അത്ര ബന്ധമില്ല എങ്കിലും സത്യത്തില് ഈ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. കാരണം ആ കുട്ടിയുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പ്രധാനമായിട്ടും ബാലയ്ക്ക് കുട്ടിയുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള, ആ കുട്ടി അതിന്റെ നന്നേ ചെറുപ്പത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആ കുട്ടി പറയുന്ന കാര്യത്തിൽ ചിലതൊക്കെ ശരിയുണ്ടെന്ന് പറയാനായിട്ടാണ് ഈ സംഭവം പറയുന്നത്. ഇത് നടക്കുന്നത് ഒരു 8-10 വർഷങ്ങൾക്ക് മുൻപാണ്. കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ ഏത് വർഷമാണെന്നുള്ളത്. എൻ്റെ നാട്ടിലൊരു സുഹൃത്തുണ്ട്, ഡെന്നീസ് ശില്പ ഡെക്കറേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നടത്തുന്ന ആളെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള പന്തലുകൾ, ഡെക്കറേഷൻസ്, അത് പ്രധാനമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ആഘോഷങ്ങളുണ്ടല്ലോ, വിവാഹം അതുപോലുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വലിയ സമ്മേളനങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പന്തലിടുന്ന ഒരു വ്യക്തിയാണ് ഡെന്നീസ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്ഥാനം ഒന്ന് വിപുലീകരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഞാൻ നാട്ടിലെത്തുന്നത്. ഞാൻ കുറച്ചാൾ പുറത്തായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഈ ശില്പ ഡെക്കറേഷന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനം വളർത്തി വലുതാക്കാനുള്ള പ്ലാനിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ചില ആശയങ്ങൾ തോന്നി. ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പായിട്ട് വളർത്തിയാൽ എങ്ങനെയുണ്ടാവും എന്നൊരാശയം വന്നു. ഞങ്ങളുടെ ഒരു റൂട്ട് ഐഡിയ എന്ന് പറയുന്നത് ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പോഴും അതൊരു നല്ലൊരു ഐഡിയ ആണ്. ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞങ്ങളന്ന് അതിന് ലൈലാക്സ് എന്ന് പേരിട്ടെന്നാണ് ഓർമ്മ. ലൈലാകം എന്നുള്ള പാട്ടൊക്കെ വരുന്നതിന് മുൻപാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ 1-2 വെൻഡേഴ്സായിട്ട്, കാരണം ഡെക്കറേഷൻസ്, അങ്ങനെ പന്തലിടാൻ, സെറ്റിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിനുള്ള റിസോഴ്സസ് എല്ലാം ഉണ്ട്. പക്ഷേ ഭക്ഷണം, കാറ്ററിങ്, ലൈറ്റ്സ് ആൻഡ് സൗണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെ ഞങ്ങൾക്ക് വേറെ വെൻഡേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വെൻഡേഴ്സായിട്ട് സംസാരിക്കുന്ന സമയമാണ്. മാത്രമല്ല ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളുടെ വളരെ അടുത്ത സർക്കിളിലൊക്കെ ആളുകളോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു ലീഡ് കിട്ടുന്നത്, ഒരു സെലിബ്രിറ്റി ഈവൻ്റ് നടത്തുന്നതിന് വേണ്ടി. അത് ഈ അമൃതയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. കിട്ടി. ഞങ്ങൾ ത്രില്ഡായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് തുടങ്ങിയപ്പോൾ തന്നെ കിട്ടിയതൊരു സെലിബ്രിറ്റിയുടെ ഈവൻ്റ് ആണല്ലോ എന്ന് ഞങ്ങൾ വളരെ ത്രില്ഡായിരുന്നു. നല്ല രീതിയിൽ ചെയ്യണം, ഞങ്ങൾ കൊള്ളാവുന്ന കുറേ വെൻഡേഴ്സിനെ കണ്ടു. അതിന് അവരിൽ നിന്നൊക്കെ പല രീതിയിലുള്ള, അല്ലെങ്കിൽ പല റേഞ്ചിൽ വരുന്ന താരിഫ് അനുസരിച്ചിട്ട് ഒരു സംഭവം എസ്റ്റിമേറ്റ് ഞങ്ങൾ ഉണ്ടാക്കി. പല ലെവലിലുള്ള ഒരു എസ്റ്റിമേറ്റ്, ഇപ്പം ഇത് പറ്റിയില്ലെങ്കിൽ ഇത് എന്ന രീതിയിൽ ഞങ്ങൾ എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി ഇവരെ കാണാൻ ചെയ്യുന്നു അമൃതയുടെ വീട്ടിൽ. ഞങ്ങളുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ചിൽ സംഭവം പറയുക. അപ്പോൾ ഇവരെന്തായാലും അത് പറയും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ നല്ലൊരു സംഭവം, ഓക്കെ എന്നാൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിനെക്കുറിച്ച് എന്താവുന്ന രീതിയിൽ ചർച്ച കൊണ്ടുപോവുക, അത് കൺവേർട്ട് ചെയ്യുക. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ഇവർ വീട്ടിൽ ചെന്ന് തുടങ്ങുമ്പോൾ അവർ അന്നേരം താമസിച്ചിരുന്നത് ഇടപ്പള്ളിയിൽ ഒരു വാടക വീട്ടിലാണെന്നാണ് ഞങ്ങളുടെ ഓർമ്മ. ഞാനത് കൺഫേം ചെയ്യുകയും ചെയ്തായിരുന്നു. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, ഞാനിങ്ങനെ കഥ പറയാൻ പോകുന്നുണ്ട്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുന്നതിൽ പ്രശ്നമുണ്ടോ. പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്നുകൂടി വെരിഫൈ ചെയ്തു. കാരണം ഇനി പറയുന്ന കാര്യത്തിൽ നമ്മൾ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, അപ്പോൾ തെറ്റൊന്നും പറയുന്ന രീതിയിൽ അദ്ദേഹത്തിനെ സംസാരിച്ചിട്ട് ഞാനിത് പറയുന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇതൊരു വാടക വീടാണ്. ഞങ്ങൾ അവിടെ എത്തി, കാറിൽ നിന്ന് പുറത്തിറങ്ങി ഒരു 2-3 സ്റ്റെപ്പ് വെച്ച് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഡെന്നീസ് എന്നോട് പറയാണ്, ചുള്ളിക്കലെ പണി പാളി കേട്ടോ. ഞാൻ വിചാരിച്ചു പിന്നെ എസ്റ്റിമേറ്റ് എടുക്കാൻ മറന്നു. ഞാൻ അവരെ പേടിക്കേണ്ട, എസ്റ്റിമേറ്റിൻ്റെ കാര്യം അതെൻ്റെ ലാപ്ടോപ്പിൽ കിടപ്പുണ്ട്, പ്രശ്നമില്ല, നമുക്ക് അതിൽ നിന്ന് എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതല്ല, വാ കയറാമെന്ന് പറഞ്ഞു. അപ്പം എന്തോ ഒരു വശപ്പശ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഡെന്നീസ് എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ്. ഞാൻ അത്രയും ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഡെന്നീസ് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നുള്ളത്. ഡെന്നീസ് അകത്ത് കയറി ഞങ്ങളോട് സംസാരിച്ചത് അമൃതയുടെ അമ്മയാണ്. അമൃതയുടെ അനിയത്തി അവിടെ ഉണ്ടായിട്ട് എൻ്റെ ഓർമ്മയില്ല, അമൃത ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ മൊത്തത്തിലൊരു
എന്താ പറയുക, നമ്മൾ കൊച്ചിക്കാർ പറയുന്ന പോലെ ഒരു സീൻ ഡാർക്ക്, ഒരു സീൻ കോൺട്ര പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഒരു സെലിബ്രിറ്റിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഒരു അസംഷൻ കൊണ്ടായിരിക്കും അങ്ങനെ. ആ രീതിയിലൊന്നും കാണാനില്ല. ഇവനിഫ് ഡിവോഴ്സ്ഡ് ആണെങ്കിൽ പോലും നമ്മൾക്ക് ഒരു സെലിബ്രിറ്റി ഡിവോഴ്സ്ഡ് ആകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല അല്ലേ. അക്കരെ കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൽ അതിനകത്തൊരു നായക കഥാപാത്രം അവതരിപ്പിക്കുന്ന ജോർജ് പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം ഇവരൊരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ച സെലിബ്രിറ്റി അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോയി ഡിവോഴ്സ് ഫയൽ ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? അപ്പോൾ ഭാര്യ പറയാം 6 മാസമായി. അപ്പോൾ അത് നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റികളുടെ മാരിറ്റൽ ലൈഫ് അധിക കാലം മുന്നോട്ട് പോവില്ല, ഡിവോഴ്സ്ഡ് ആകും എന്ന് പറയുന്നുണ്ട്. വളരെ കോമണായ കാര്യം. അതൊക്കെ അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് പോലും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു ഡാർക്ക് സീനായിരുന്നു. അത് ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ആയിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി അമ്മയോട് സംസാരിച്ചപ്പോൾ. ഞങ്ങൾ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് പറയുന്നു, ഈ മിഡ് റേഞ്ചിലുള്ള എസ്റ്റിമേറ്റ് ആദ്യം അവതരിപ്പിക്കുന്നു. അത് പറഞ്ഞ് കുറച്ച് ചെന്നപ്പോൾ തന്നെ അമൃതയുടെ അമ്മ പറഞ്ഞു, മോനെ ഇത് കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ നടത്തിയൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഈ വർഷം നടത്താതിരുന്നാൽ ഈ കൊച്ചിന്, അതായത് ബാലയുടെ മകൾ അമൃതയുടെ മകൾ, കൊച്ചിന് അതൊരു സങ്കടമാകും, അവൾക്കൊരു വിഷമമാണ് നടത്താതിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിമുട്ടി നടത്താൻ തീരുമാനിച്ചത്. അതിനനുസരിച്ചുള്ള ഒരു രീതിയിൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മെല്ലെ താഴേക്ക് പോകാൻ തുടങ്ങി. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മെല്ലെ താഴത്തേക്ക് പോയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഡെന്നീസിനെ ഞങ്ങളൊരു വെണ്ടറായിട്ടാണ് കണ്ടിരിക്കുന്നത്. കാരണം ഡെന്നീസിൻ്റെ റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണല്ലോ. അപ്പോൾ ആ പുള്ളിക്ക് നഷ്ടം വരരുത് ഈ കാര്യത്തിൽ. മൊത്തത്തിൽ നമുക്ക് അങ്ങനെ തന്നെ വിഭജിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴേക്കും. അതുകൊണ്ട് ഡെന്നീസിൻ്റെ ഒരു വെണ്ടറായിട്ട് കണ്ടിട്ട് ആ കോസ്റ്റ് പുള്ളിക്ക് തന്നെ കൊടുക്കുന്ന രീതിയിലാണ് ഇട്ടിരുന്നത്. ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ ഡെന്നീസിന് കൊടുക്കുന്ന പൈസ കട്ട് ചെയ്തിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് പറഞ്ഞു. ഏറ്റവും ലോവസ്റ്റ് ചെന്നിട്ട് അവിടുന്ന് ഡെന്നീസിന് കൊടുക്കേണ്ട കാശ് കൂടി കട്ട് ചെയ്തിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ വെൻഡേഴ്സൊക്കെ തരുന്നൊരു പ്രൈസ് ഉണ്ടല്ലോ, അതിലൊരു മാർജിൻ ഉണ്ടാവും, നമ്മൾക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ളൊരു മാർജിൻ ഉണ്ടാവും. ആ മാർജിൻ കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് 1 രൂപ പോലും അതിനകത്ത് പ്രോഫിറ്റ് ഇല്ല പരിപാടി നടത്തി കഴിഞ്ഞാൽ. മാത്രമല്ല നമ്മളുടെ എഫേർട്ടൊക്കെ നഷ്ടവുമാണ്, ബാക്കിയെല്ലാം ചെയ്യുന്ന എഫേർട്ട് നഷ്ടമാണ്. ആ രീതിയിലുള്ളൊരു കോസ്റ്റ് വരെ ഞങ്ങൾ പറഞ്ഞിട്ടും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല ആ വീട്ടുകാർക്കുണ്ടായിരുന്നത്. അത്രയും ഉള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോയിരുന്നതാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് വിസിബിലിറ്റി ഇല്ല അവരുടെ ജീവിതത്തിലേക്ക്. അതിപ്പോഴേ പറഞ്ഞേക്കാം. കാരണം ഞങ്ങൾക്ക് അമൃതയെ വ്യക്തിപരമായിട്ട് അറിയില്ല, ആ കുടുംബത്തെ വ്യക്തിപരമായിട്ട് അറിയില്ല. ഈ ഒരു പർട്ടിക്കുലർ കുറച്ചു നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഒടുവിൽ മനസ്സിലാക്കിയത്. വർക്കൗട്ട് ആകാൻ പോകുന്നില്ല, നഷ്ടത്തിലാണെങ്കിൽ പോലും നമ്മളത് നടത്തിയെന്ന്. കാരണം ഒരു സെലിബ്രിറ്റി ഇവൻ്റാണ്, അവിടെ നിന്നിരുന്ന ഫീഡ്ബാക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ അതൊന്ന് മാർക്കറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് മറ്റൊരു പ്രോഗ്രാം കിട്ടി മേക്കപ്പ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു. ആ രീതിയിൽ ചിന്തിച്ചിട്ട് പോലും അത് അവർക്ക് അഫോർഡബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ ഒരു ഇടത്തരം വീട്ടുകാരന് വലിയ കുഴപ്പമില്ലാതെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസാണ് ഞങ്ങൾ പറഞ്ഞത്. അതിലും താഴേക്ക് പോയി. എന്നിട്ട് പോലും അവർക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി കുഞ്ഞ് പറയുന്ന കാര്യം ശരിയാണ്. അവർ വളരെ കഷ്ടപ്പെട്ടാണ് ആ സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവരുടെ ഇളയമ്മ, അമ്മമ്മ, അമ്മ കുഞ്ഞിൻ്റെ അവരൊരുപാട് ഫാമിലിയിൽ കഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി അവരുടെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു അവർ ആ സമയത്ത്. പിന്നീട് അമൃത കപ്പ ടി വിയിലെ പെർഫോമൻസിലൂടെ തിരികെ വന്നു. നല്ലൊരു കംബാക്കായിരുന്നു. തിരിച്ചവർ അവരുടെ ജീവിതത്തിൽ തിരിച്ചു പിടിച്ചു. അതിനുശേഷം ഉണ്ടായ ചില പേഴ്സണൽ ഫെയിലിയേഴ്സ് വീണ്ടും ഉണ്ടായ അവരുടെ ജീവിതത്തിൽ. പക്ഷെ അതൊന്നും, അതിന് ബാലയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അതല്ല ഇവിടെ നമ്മൾ സത്യത്തിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യം. ആ പെൺകുട്ടി പറയുന്ന കാര്യം തന്നെയാണ്. അന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഈ കാറ് തുറന്ന് ഞങ്ങൾ അകത്ത് കയറിയിട്ട് അവർ കേൾക്കുന്നതെന്ന് ഉറപ്പായപ്പോൾ ഞാൻ ഡെന്നീസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെന്താ തന്തയാടോ, ഇത്രയും കാശൊക്കെ ഉള്ളവനല്ലേ? നമ്മൾക്ക് ആ ഈവൻറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ പറയുന്ന ബാലയാണ് ആ പരിപാടി നടത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇൻവൈറ്റ് പോലും ചെയ്യില്ല, എസ്റ്റിമേറ്റ് വെക്കേണ്ട, അത് ഉറപ്പാണ്. വലിയ ടീംസിനായിരിക്കും കൊടുക്കുന്നത്. അവരുടെ സാഹചര്യം അത്രയും മോശമായിരുന്നുകൊണ്ടാണല്ലോ നമ്മളെപ്പോലെ അത്ര ജസ്റ്റ് ഒന്ന് ഓർഗനൈസ്ഡ് വരുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് ഈ പരിപാടി ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവനെന്തൊരു തന്തയാണ്, ഒന്നുമില്ലെങ്കിലും സ്വന്തം മോളല്ലേ, ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ. ഇപ്പം നമ്മളെ പാരൻസ് ആണെങ്കിൽ പോലും സിനിമയെ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പാരൻസൊക്കെ ആയിട്ട് പ്രശ്നമുണ്ടായി കല്യാണം കഴിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം പിന്നെ പാരൻസിൻ്റെ കുഞ്ഞിനുള്ള സ്നേഹം മെല്ലെ മെല്ലെ ബാക്കിയുള്ള ഇഷ്യൂസൊക്കെ അങ്ങോട്ട് സോൾവ് ആവും. അങ്ങനെ കുഞ്ഞിൻ്റെ പേരിൽ ഇവർ സോൾവ് ആകണമെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു റെക്കമെൻഡേഷൻ ആവശ്യം തന്നെയില്ല. കാരണം രണ്ടുപേരും അമൃതയാണെങ്കിലും കുഞ്ഞാണെങ്കിലും വളരെ ടോക്സിക്കായ ഒരു സിറ്റുവേഷനിലാണ്
ആ സിറ്റുവേഷനിൽ കടന്നുപോയവരാണ് ഇനി അതിലേക്ക് കോംപ്രമൈസ് ചെയ്ത് പോകുന്നൊക്കെ പറയുന്നത് മഹാവിഡ്ഢിത്തരമാണ്. ഇപ്പം ഈ ചാനലിലൊക്കെ വന്നിരുന്ന ഇയാൾ പറയുന്ന ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത്രയും സ്നേഹം ഇങ്ങേർക്കുണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ആ കുട്ടിയുടെ അങ്ങനെ ഒരു ആഗ്രഹം അന്ന് നടത്തി കൊടുക്കാതെ പോയത്? അപ്പോൾ കുട്ടി പറയുന്നത് ശരിയാണ്, ഇയാൾ ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നത് മാത്രമല്ല അവർ ഈ ഫാമിലി സ്ട്രഗിൾ ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് ശരിയാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളത് കുറച്ചു നേരമാണെങ്കിൽ കുറച്ചു നേരം നമ്മൾക്ക് അവിടെ ഇരുന്നപ്പോൾ കിട്ടിയൊരു വൈബ് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ടോക്സിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉള്ളവർക്ക് ആ കുട്ടി പറയുന്നത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റും, കാരണം എൻ്റേത് വളരെ ടോക്സിക്കായ ഒരു കുട്ടിക്കാലമായിരുന്നു. എൻ്റെ പാരൻസ് മാത്രമല്ല കേട്ടോ, അന്ന് നമ്മൾ കൂട്ടുകുടുംബം പോലെയൊക്കെയാണല്ലോ. അപ്പോൾ വല്യപ്പച്ചൻ വല്യമ്മച്ച തമ്മിലുണ്ടാകുന്ന അടി എക്സ്ട്രീമായിട്ടുള്ള അടികളാണ്. കൊച്ചാപ്പൻ കൊച്ചാമ്മ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വല്യങ്കളും വല്യാൻറ്റി തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ ഇളയ അങ്കിളും അവരുടെ വൈഫും തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ പാരൻസ് തമ്മിലുള്ള അടി എന്ന് പറയുന്നത് എക്സ്ട്രീം അടികളായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടൊക്കെ തല്ലിപ്പൊളിക്കുന്ന രീതിയിൽ ദേഹോപദ്രവേൽപ്പിക്കുന്ന ഇതിൻ്റെയൊക്കെ എക്സ്ട്രീമിസം കണ്ടിട്ട് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അത് നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെ ആ കാലഘട്ടം കടന്നുപോയെന്നൊക്കെ ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ട് സത്യത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് പറയുന്നതിന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ കുട്ടിക്കുണ്ടായിട്ടുള്ള അത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മത്തിക്കുപ്പിയൊക്കെ എറിഞ്ഞു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. എനിക്കതിലൊരു അത്ഭുതം തോന്നിയില്ല. ഒരു ടോക്സിക് പാരൻറ്റ് അല്ലെങ്കിൽ ഒരു ടോക്സിക് ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം ചെയ്തില്ലെങ്കിൽ അതിശയമുള്ളൂ. എനിക്കൊരു അത്ഭുതം തോന്നില്ല കരുത്. അതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് ആ ജീവിതത്തിലൂടെ കടന്നുപോയവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പലരും സംസാരിക്കുന്നുണ്ട് ഇവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട്. ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും നമ്മൾക്കറിയില്ല. പക്ഷേ ഈ ഒരു സംഭവം പറയണമെന്ന് തോന്നി, കാരണം ആ കുട്ടി പറയുന്നതിനെ ശരിവെക്കുന്നൊരു സംഭവമായതുകൊണ്ടാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഈ കാര്യം ഡെന്നീസിനോട് പറയുമ്പോൾ ഡെന്നീസ് പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ആ സ്ഥലത്തൂടെ പോയപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ, നമ്മൾ ഇവിടെ വന്ന കാര്യവും അന്നിങ്ങനെ സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോയ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ച വിഷയങ്ങളൊക്കെ ഞാനൊന്ന് ഓർത്തതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇത് വർഷത്തിനകം പറയേണ്ടി വരുമെന്ന് വിചാരിച്ച് സംഭവിച്ചൊന്നുമല്ല. പക്ഷേ ഇന്ന് ആ പെൺകുട്ടിയെ, ആ കുഞ്ഞിനെ പലരും പ്രതിഷ്ഠാരം നിർത്തി സംസാരിക്കുന്നത് കാണുമ്പോൾ അതിന് അത്ര വലിയ സംഭവമല്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നത് ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഒരുപാട് ലേറ്റായി. പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ യാത്രയും പിന്നെ ചില അത്യാവശ്യം ഒഫീഷ്യലായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കാനായിട്ട് സമയം കിട്ടിയില്ല, ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് എൻ്റെ അഭിപ്രായം ചോദിക്കുന്നില്ല, കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓൾറെഡി നിങ്ങൾ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം മറ്റൊരു വിഷയത്തിലെ പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.